ഒരു വ്യക്തി പതിവില്ലാതെ ഡെയിലി ഒരാൾ ഡെയിലി ഇപ്പം എന്നും എണീക്കുന്ന ഒരാൾ 5 മണിക്ക് 6 മണിക്ക് എണീക്കുമായിരിക്കാം. നിന്ന നിപ്പിലെ ആൾക്ക് പിന്നീട് ചിലപ്പോൾ ആ വ്യക്തികൾ വെളുപ്പിന് 3 മണി 4 മണി ചിലപ്പോൾ 2:30 ഈ ടൈമിലൊക്കെ ചാടി എണീക്കും. ചാടി എണീക്കുന്നതിന് കാരണം അവർ പറയുന്നത് ഒരു ചെസ്റ്റ് പെയിൻ ആയിരിക്കാം. അവർ പറയുന്നത് നെഞ്ചത്തിങ്ങനെ എന്തൊരു ഭാരം വന്ന് വീഴും, ഇല്ലെങ്കിൽ നെഞ്ചത്തൊരു വേദന വരും, ചാടി എണീക്കും, ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. അങ്ങനെ അവർ ചാടി എണീക്കും. പിന്നെ അവർക്ക് ഉറക്കമേ ഉണ്ടാവില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ചിലർ ഓടിപ്പോയി ECG എടുക്കും. ECG ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ കാണും. ഉടനെ തന്നെ പിന്നെ ഡോക്ടറെയൊക്കെ കാണുന്നു. അപ്പോൾ ചെസ്റ്റ് ഡോക്ടറെ കാണുന്നു, കാർഡിയോ കാണുന്നു, ഒന്നും പറയണ്ട. എല്ലാം കാണിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അവിടെ പറയും ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് തരും. എന്നാലും നിങ്ങളങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു, നാക്ക് കുഴയുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം നിങ്ങൾക്കില്ലാത്ത കഴിവുകളൊക്കെ വന്നെന്നിരിക്കാം, ചിലപ്പോൾ ഉള്ള കഴിവുകൾ പോയെന്നിരിക്കാം, പാട്ട് പാടാത്ത ആൾ പാട്ട് നിന്നിരിക്കാം, ഡാൻസ് കളിക്കാത്ത ആൾക്കാർ ഡാൻസ് കളിച്ചെന്നിരിക്കാം. ഇതിൽ പല വെറൈറ്റീസും ഉണ്ടാട്ടോ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലരത് അതോടുകൂടി സൈലൻ്റ് ആവും, കാലക്രമേണ കുറച്ച് കഴിയുമ്പോൾ സൈലൻ്റ് ആവും. ഇത് കാണിക്കാണ്ടിരുന്നാലുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ഉടനെ തന്നെ കാർഡിയോ കാണിക്കുമ്പോൾ അവരതിനുള്ള ട്രീറ്റ്മെൻറ്റ് തരും, മരുന്ന് തരും. ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പം പിന്നീട് അങ്ങോട്ടുണ്ടാവുന്നതാണ്. പിന്നീട് അങ്ങോട്ട് ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ചാടി എണീക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചാടി എണീക്കുന്നത്? ഏജായ ആൾക്കാരിൽ ഇത് ഒരുപാടുണ്ട് കേട്ടോ. അവരെണീക്കും ഈ ഒരു സമയത്ത്. അത് നിങ്ങൾ പേടിക്കണ്ട. ഒരു 65-70 ഒക്കെ ആകുമ്പോൾ അവർ ഈ സമയത്ത് എണീക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അല്ലാതെ ചെറുപ്പക്കാരുടെ ഇടയിലാണ് ഞാൻ പറയുന്നത്. മിക്കവാറും ഇതൊക്കെ ഉണ്ടാവുക ചിലപ്പോൾ ഒന്നുകിൽ താങ്ങാൻ പറ്റാത്ത വിഷമം ഉള്ളത് കൊണ്ടാവാം, താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം സന്തോഷം ഉണ്ടെങ്കിലാവും ഇങ്ങനെയൊക്കെ വരും. അല്ലാണ്ട് എപ്പോൾ വേണേലും ആർക്ക് വേണേലും വരാം കേട്ടോ. അങ്ങനെ ഒരു ഇത് വരാൻ ചാൻസ് കൂടുതൽ ഇങ്ങനെയുള്ളവർക്കാണ്. അപ്പോൾ അതൊക്കെ ചെറിയൊരു ഡിപ്രഷൻ്റെയൊക്കെ തുടക്കമാണ്. പേടിക്കാനൊന്നുമില്ല. ചെറുതായിട്ട് സിംറ്റംസ് തുടക്കത്തിലേ കാണിച്ചില്ലെങ്കിൽ അത് പിന്നെ ഇരുന്നത് ഡിപ്രഷനൊക്കെ. അപ്പം പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പനി പോലെ തന്നെയാണ് അത്. നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരാണ് അങ്ങനെ ആക്കിയെടുക്കുന്നത്, അല്ലാണ്ട് അവർ പെട്ടെന്ന് അവർക്ക് വരുന്നതല്ല. ചിലയിടത്ത് ഭർത്താവ് കാരണമായിരിക്കും ഭാര്യയ്ക്ക് വരുന്നത്, ചിലയിടത്ത് ഭാര്യ കാരണം ഭർത്താവിന് വരാം, പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ടെൻഷൻ അടിച്ച് പാരൻസിന് വരാം, അമ്മായിയച്ഛനും ഇതാക്കി മരുമക്കൾക്ക് വരാം, ഇനി മരുമക്കളുടെ പ്രശ്നം വെച്ചിട്ട് അമ്മായിയമ്മയ്ക്കും അമ്മായിയച്ഛനും വരാം. എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും, മനുഷ്യന്മാർക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും. പണ്ടത്തെ സാഹചര്യമല്ല, പണ്ടത്തെ ലൈഫ് സ്റ്റൈലും അല്ല ഇപ്പം. പണ്ടും ഉണ്ട്, പക്ഷെ ആരും അത് മനസ്സിലാക്കിയില്ല. പണ്ട് അസുഖങ്ങളിലേക്ക് പോയിരുന്നില്ല, കാരണം അന്ന് എല്ലാവരും അങ്ങോട്ട് മിണ്ടിയും പറയാൻ ആളുണ്ടായിരുന്നു. ഇന്ന് ഇതൊന്നും ഒരു വിഷമങ്ങളും ഷെയർ ചെയ്യാൻ ആളില്ല. അന്നൊക്കെ ഷെയറിങ് ആൾക്കാർ ഉള്ളിൽ വെക്കൽ കുറവാണ്. അവരിങ്ങനെ പറയും, വഴക്കാണെങ്കിൽ അവർ തമ്മിൽ വഴക്കടിക്കും, അങ്ങനെയൊക്കെയായിരുന്നു പണ്ട്. പിന്നെ ഇപ്പം അതൊന്നുമല്ല. പരമാവധി എല്ലാവരും പറയാൻ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അതൊക്കെ കൊണ്ടാണ് ആളുകൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഇങ്ങനത്തെയൊക്കെ ഒരു സിംറ്റംസ് തോന്നിയാൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അത് ഡിപ്രഷൻ്റെ ഭാഗം മാത്രമല്ല, ചിലപ്പോൾ പറയാൻ പറ്റില്ല, കാർഡിയോ കാണിക്കണം. അപ്പോൾ ചിലപ്പോൾ ഇനി ഹാർട്ടിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു സിംറ്റംസ് വരുമ്പോൾ നിങ്ങൾ കാണിക്കണം. ആ ഒരു സിംറ്റംസ് ഞാൻ പറഞ്ഞത്, ആ ഒരു വെളുപ്പാങ്കാലത്ത് നമുക്ക് നെഞ്ചുവേദനയോടുകൂടി ചാടി എണീക്കും കുറേ ദിവസം, ചിലപ്പോൾ 1 മാസമൊക്കെ അങ്ങനെ തോന്നും. 1 മാസം 2 മാസം ഇത് കണ്ടിന്യൂ ഇതേ അവസ്ഥ. പിന്നെ ശ്വാസം മുട്ടൽ, വെപ്രാളം, പരവേശ് കൊടുക്കും, ഇങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറെ കാണണം, വെച്ചുകൊണ്ടിരിക്കരുത്. അത് സാറില്ല, വെളുപ്പാങ്കാലത്തല്ലേ. അപ്പോൾ ചിലപ്പോൾ ഈ പഴയ ആൾക്കാർ വെളുപ്പാങ്കാലല്ലേ നല്ലതാണ്, എണീക്ക് പണിയൊക്കെ എടുക്കുക എന്നൊക്കെ പറയും. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് കേട്ടോ. വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യണമെന്നൊന്നുമില്ല.
നിങ്ങൾ പോവുക ഡോക്ടറെ കാണിക്കുക. കാരണം നമ്മളെ നാടത്ര വളർന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ അസുഖങ്ങൾ നിങ്ങൾ പറയാതെ നിങ്ങൾ തന്നെ മെഡിസിൻ എടുത്ത് നിങ്ങൾ തന്നെ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോവും, നമുക്ക് സക്സസ് ആവാൻ പറ്റും, പറ്റാതെയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.